സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നതനായ സകലത്തിൻ്റെയും നിയന്താവായ ഏക സത്യദൈവത്തിന് എല്ലാം മഹത്വവും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ അതിപരിശുദ്ധമായ നാമം എക്കാലവും എല്ലാറ്റിലുമുപരി സ്തുതിക്കപ്പെടുകയും വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. നമുക്ക് ദൈവവചനം ശ്രവിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി, ഹൃദയത്തുറവിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, അവിടുത്തെ വചനം ഗ്രഹിക്കുവാനുള്ള ജ്ഞാനവും ഹൃദയത്തുറവിയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, 2 പത്രോസ് 1 അധ്യായം 4 തിരുവചനം, ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തൻ്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ഞാൻ അവനെ ഒരിക്കൽ കൂടി വായിക്കാം. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവീക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് അവിടുന്ന് തൻ്റെ മഹത്വവും ഔന്നത്യവും വഴി നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പോൾ അത്യുന്നതനായ ദൈവം വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്ന ദൈവമാണ്. വാഗ്ദാനങ്ങളുടെ ദൈവമാണ് അത്യുന്നതനായ നമ്മുടെ പിതാവ്, യേശു ക്രിസ്തുവിൻ്റെ പിതാവും ഏക സത്യദൈവവുമായ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം. അവിടുന്ന് അനേകം വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വാഗ്ദാനങ്ങൾ നമുക്ക് വളരെ സുപരിചിതമാണ്. വ്യക്തികളുടെ വാഗ്ദാനങ്ങളുണ്ട്, പ്രസ്ഥാനങ്ങൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങളുണ്ട്, സ്ഥാപനങ്ങൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങളുണ്ട്. ഇന്ന് അനേകം വ്യാപാര സ്ഥാപനങ്ങൾ ധാരാളം വാഗ്ദാനങ്ങൾ നൽകുന്നു. ഓൺലൈൻ വ്യാപാര സംവിധാനങ്ങൾ വാഗ്ദാനങ്ങൾ നൽകുന്നു. വ്യക്തികൾ ധാരാളം വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും ധാരാളം വാഗ്ദാനങ്ങൾ നൽകുന്നു. അനേകം പ്രസ്ഥാനങ്ങൾ വാഗ്ദാനം നൽകുന്നു. ഈ ലോകത്തിൽ ഈ കേൾക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ എന്തിനെക്കുറിച്ചുള്ളതാണ്? എന്താണ് ഈ വാഗ്ദാനങ്ങൾ? നമുക്കറിയാം, ജീവിതത്തിൽ സംതൃപ്തിയും സുഖവും നൽകാം എന്ന വാഗ്ദാനം, അല്ലെങ്കിൽ ലോകത്തിൽ അനേകം സമ്പത്ത് നേടിത്തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്ന വാഗ്ദാനം, ജീവിതത്തിൽ പുരോഗതി നേടാം എന്ന വാഗ്ദാനം, ഈ ലോകത്തിൽ അധികാരവും പ്രശസ്തിയുമൊക്കെ നേടാം എന്ന വാഗ്ദാനം, ഈ ലോകത്തിൽ ധാരാളം നേട്ടങ്ങൾ കൊയ്യാം എന്ന വാഗ്ദാനം. അങ്ങനെ അനേകം വാഗ്ദാനങ്ങൾ നിരന്തരം കേൾക്കുന്നവരും കൊടുക്കുന്നവരുമൊക്കെയാണ് മനുഷ്യർ. ഈ വാഗ്ദാനങ്ങൾ മുഴുവൻ ഈ ലോക ജീവിതത്തെക്കുറിച്ചുള്ളതാണ്. ഈ വാഗ്ദാനങ്ങൾ മുഴുവൻ മനുഷ്യൻ്റെ ജഡിക ജീവിതത്തെക്കുറിച്ചുള്ളതാണ്. ഈ വാഗ്ദാനങ്ങൾ മുഴുവൻ അവൻ്റെ ശാരീരിക മോഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ അതിനു വേണ്ടി ആ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാഗ്ദാനങ്ങളാണ്. അപ്പോൾ ഇവയുടെ എല്ലാം സ്രോതസ്സ് പരിശോധിച്ചാൽ അതാരിൽ നിന്നാണ് ഇവ വരുന്നത് നമുക്ക് കാണാം. പ്രത്യക്ഷത്തിൽ അതിൻ്റെ സ്രോതസ്സ് നമ്മൾ കാണാറില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ സ്രോതസ്സ് ആരാണെന്ന് ദൈവവചനം പരിശോധിച്ചാൽ, പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ട വചനങ്ങൾ നമുക്ക് ഉത്തരം തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തിന്മയുടെ ശക്തിയായ സാത്താൻ ആദ്യം മുതലേ മനുഷ്യനെ ലോകത്തിലേക്ക് തിരിക്കുന്നവനാണ്, ജഡികമായവയിലേക്ക് തിരിക്കുന്നവനാണ്. ഈ ശരീരത്തിന് കാണാനും കേൾക്കാനും അറിയാനും ആഗ്രഹമുള്ളവയിലേക്ക് മാത്രം മനുഷ്യനെ തിരിച്ച് അവയിൽ തളച്ചിടാൻ വേണ്ടി ആദ്യം മുതൽ നുണയിലൂടെ, വഞ്ചനയിലൂടെ പ്രവർത്തിക്കുന്ന ശക്തിയാണ് സാത്താൻ. പരിശുദ്ധ ബൈബിളിൽ ഏദൻ തോട്ടം മുതൽ ഈ സാത്താനും നുണയും അവൻ മനുഷ്യനെ ലോകത്തിലേക്ക് തിരിക്കുന്നതും മനുഷ്യനെ വഞ്ചിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് സാത്താൻ ഇത് യാഥാർത്ഥ്യമാക്കുന്നത്? അതിലെങ്ങനെയാണ് അവനിത് പ്രവർത്തിക്കുന്നത്? 1 യോഹന്നാൻ 2:15-17, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ
നിങ്ങൾ സ്നേഹിക്കരുത്. ഇത് ദൈവമക്കൾക്ക് കൊടുക്കുന്ന കൽപ്പനയാണ്. നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. അപ്പോൾ എല്ലാത്തിനെയും സ്നേഹിക്കാനല്ല ദൈവം പറയുന്നത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിലുണ്ടായിരിക്കില്ല. അപ്പോൾ ലോകത്തെ സ്നേഹിക്കുന്നവരാണ് ലോകവാഗ്ദാനങ്ങളുടെ അല്ലെങ്കിൽ ഭൗതിക വാഗ്ദാനങ്ങളുടെ, ജഡിക വാഗ്ദാനങ്ങളുടെ പുറകെ ഓടുന്നത്. അവർക്കാണ് ഈ ലൗകിക വാഗ്ദാനങ്ങൾ ഉന്മേഷവും ഉത്സാഹവും കൊടുക്കുന്നത്. എന്നാൽ ആ വാഗ്ദാനങ്ങളുടെ പുറകെ പോകുന്നവരിൽ ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടായിരിക്കുകയില്ല. അവരിൽ ലോകത്തിൻ്റെ സ്നേഹം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ് എന്ന് വചനം സാക്ഷ്യപ്പെടുന്നു. ഇതേപോലെ ലോകത്തിൻ്റെ സ്നേഹം മനുഷ്യരിലേക്ക് കൊണ്ടുവരുന്ന ആത്മാവാണ് ലോകത്തിൻ്റെ ആത്മാവ്. അതിനെ ലോകത്തിൻ്റെ ആത്മാവ്, ലോകാത്മാവ് എന്ന് തന്നെയാണ് പരിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സാത്താൻ ഈ വാഗ്ദാനങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നത്? എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. അപ്പോൾ പിതാവിൻ്റേതൊന്നും ലോകത്തിൻ്റേതല്ല, ലോകത്തിൻ്റേതൊന്നും ദൈവപിതാവിൻ്റെ അല്ല. അപ്പോൾ ലോകത്തിൻ്റേതാണ് ഈ ജഡത്തിൻ്റെ ദുരാശകൾ, ലോകത്തിൻ്റേതാണ് ലോകത്തിൻ്റെ ദുരാശകൾ, കണ്ണുകളുടെ ദുരാശകൾ, ജീവിതത്തിൻ്റെ അഹന്ത. അപ്പോൾ ഈ ദുരാശകളിലൂടെയാണ് ഈ വാഗ്ദാനങ്ങൾ സാത്താൻ മനുഷ്യന് മുമ്പിൽ വയ്ക്കുന്നതും ഈ വാഗ്ദാനങ്ങളിലേക്ക് മനുഷ്യനെ ആകർഷിച്ച് സാത്താൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടി അവൻ എല്ലാ കുൽസിത പ്രവൃത്തികളും തന്ത്രങ്ങളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നിങ്ങൾ ജഡത്തിൻ്റെ ദുരാശ, കണ്ണിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നിൻ്റെയും പുറകെ പോകരുത്. അതൊരു വലിയ പരിശുദ്ധാത്മാവ് നൽകുന്ന വളരെ കാർക്കശ്യത്തോടെയുള്ള ഒരു കൽപ്പനയാണ്. ഇവിടെ ദൈവപുത്രൻ യേശുക്രിസ്തുവിനെ പോലും സാത്താൻ വെറുതെ വിടാൻ ഉദ്യമിച്ചില്ല. അവൻ്റെ മുന്നിൽ പോലും അവൻ ഈ ഉദ്ദേശത്തോടെ പരീക്ഷണവുമായി ചെന്നതായി നമുക്ക് സുവിശേഷങ്ങൾ കാണാം. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വചനങ്ങൾ. പിന്നെ പിശാച് യേശുവിനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണം നേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. അന്നുണ്ടായിരുന്നതും ഉണ്ടാകാനിരിക്കുന്നതുമായ ഭൂമിയിലെ സർവ്വരാജ്യങ്ങളുടെയും ഭൗതിക, ജഡിക, ലൗകിക മഹത്വം യേശു ക്രിസ്തുവിന് ക്ഷണനേരം കൊണ്ട് സാത്താൻ കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേലെല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇത് സാത്താൻ്റെ വാഗ്ദാനം. ഇതിൻ്റെ പല പകർപ്പുകളാണ് നമ്മൾ ലോകത്തിൽ കേൾക്കുന്നതും കാണുന്നതല്ല. എന്താ സാത്താൻ്റെ വാഗ്ദാനം? ഇവയുടെ മേലെല്ലാ അധികാരവും മഹത്വവും ഞാൻ നിനക്ക് തരാം. അതാണ് വാഗ്ദാനം, സാത്താൻ്റെ വാഗ്ദാനം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അത് നൽകപ്പെട്ടതല്ല, അവൻ തട്ടിയെടുത്താണ്. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു. അപ്പോൾ ഇഷ്ടമുള്ളവർക്കാണ് അവൻ ഈ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കുന്നത്. അവന് കൊടുക്കാൻ കഴിവുണ്ട് ഈ ലോകത്തിൽ. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാവും. അപ്പോൾ ദൈവപുത്രൻ യേശു ക്രിസ്തുവിനോട് പോലും നീചനായ, നുണയനായ, വഞ്ചകനായ, തിന്മയുടെ ശക്തിയായ സാത്താൻ ആരാധന ആവശ്യപ്പെടുന്നു. എന്നെ ആരാധിച്ചാൽ, സാത്താനെ ആരാധിച്ചാൽ ഈ മഹത്വം മുഴുവൻ നിനക്ക് തരാം. ഈ വാഗ്ദാനത്തിൻ്റെ പല വേർഷനുകളാണ്, പല പതിപ്പുകളാണ് ഇന്ന് ലോകത്തിൽ അവൻ ഒഴുക്കിക്കൊണ്ടേയിരിക്കുന്നത്, പല രൂപത്തിലും ഭാവത്തിലും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ സുന്ദരമോഹന വാഗ്ദാനങ്ങൾ പ്രത്യക്ഷത്തിൽ സുഖദായകമാണ്, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ പുരോഗതി ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ നേട്ടം കൊണ്ടുവരുന്നതാണ് എന്നൊക്കെ തോന്നുമെങ്കിലും അതിൻ്റെ ആത്യന്തികമായ ഫലം ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും നിത്യനാശമാണ്. അത് ദൈവവചനം അസന്നിഗ്ധമായ അനേകം വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒരു വചനം ഒരു സാമ്പിളായി വായിക്കാം. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 7-8 വചനങ്ങൾ. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട. അതായത് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ വിശുദ്ധരായി ജീവിക്കുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ
സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ ഞങ്ങൾ അത് നേടും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകളുടെ ചിന്തയാണ് വ്യാമോഹം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. ഇത് പലരും മറന്നു പോകുന്നു. മനുഷ്യൻ സ്വയം അതിബുദ്ധിമാനാണെന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവം മണ്ടനാണെന്ന് കരുതി ദൈവത്തിന് മുമ്പിൽ സകലവിധ നാടകങ്ങളും കളിച്ച് ദൈവത്തിന് മുമ്പിൽ സകലവിധ കാപട്യത്തോടെ പെരുമാറിയിട്ട് ദൈവത്തെ കബളിപ്പിക്കാമെന്ന് വ്യാമോഹിക്കുന്ന ദുഷ്ടനായ മനുഷ്യൻ്റെ അവസ്ഥ എത്ര ദയനീയമാണ്. പ്രിയപ്പെട്ടവർ, അതിന് വചനം പറയുക, നിങ്ങൾക്ക് ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. സ്വാഭാവികം. എന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. അപ്പോൾ ഈ ലോകത്തിൻ്റെ വാഗ്ദാനങ്ങൾ മുഴുവൻ ജഡത്തിന് വേണ്ടി വിതയ്ക്കുന്നതാണ്. അങ്ങനെ ജഡത്തിന് വേണ്ടി വിതയ്ക്കുന്നവൻ മുഴുവൻ ജഡത്തിൽ നിന്ന് നാശം, നിത്യനാശം കൊയ്തെടുക്കും. എന്നാൽ ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ, ദൈവത്തിൻ്റെ വാഗ്ദാന പൂർത്തീകരണത്തിനായി അധ്വാനിക്കുന്നവനാകട്ടെ, ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. അപ്പോൾ ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നവരും മരിച്ചവരുമായ ആരും ഇതുവരെ നിത്യജീവൻ പ്രാപിച്ചിട്ടില്ല. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യം ജീവിക്കുക, രോഗമോ മരണമോ വാർദ്ധക്യമോ ഇല്ലാത്ത സ്വർഗീയ ശരീരത്തോടുകൂടി ദൈവസന്നിധിയിൽ നിത്യം വസിക്കുന്നതിനെയാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അല്ല മരിച്ചിട്ട് ആത്മാവ് എവിടെയെങ്കിലും പോയി വിലയം പ്രാപിക്കുന്നതല്ല. അപ്പോൾ നിത്യജീവൻ കൊയ്തെടുക്കും. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലാണ് അവൻ നിത്യജീവൻ നൽകുന്നത്. നിത്യജീവൻ നിലനിൽക്കാൻ വേണ്ട ശരീരം അവൻ പുനരുത്ഥാനത്തിലൂടെയും രൂപാന്തരീകരണത്തിലൂടെയും നൽകുന്നത് അവൻ്റെ രണ്ടാം വരവിലാണ്. അത് അവന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ഗണത്തിന്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇതൊന്നും കഴിഞ്ഞുപോയ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രതീകാത്മകമായ കാര്യങ്ങളോ അല്ല. അനേകം ദൈവശാസ്ത്രജ്ഞന്മാർ ദൈവീക വചനങ്ങളെ തത്വശാസ്ത്രങ്ങൾക്കനുസൃതമായി വ്യാഖ്യാനിച്ച് നിരർത്ഥകമാക്കി പ്രതീകങ്ങളും ചരിത്ര സംഭവങ്ങളൊക്കെ മാറ്റി അവയെ മുഴുവൻ നിരർത്ഥകമാക്കി കളഞ്ഞു. ഇതെല്ലാം യഥാകാലം പൂർത്തിയാകുന്ന ദൈവീക പ്രവചനങ്ങളാണ്. അപ്പോൾ ജഡത്തിന് വേണ്ടി വിതയ്ക്കുന്നവൻ, ലൗകിക വാഗ്ദാനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവൻ, വാഗ്ദാന പൂർത്തീകരണത്തിൽ മാത്രം സംതൃപ്തി കണ്ടെത്തുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. പ്രിയപ്പെട്ട, നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും നമ്മളൊരു അൾട്ടിമേറ്റ് ചോദ്യം ചോദിക്കാറുണ്ട്. ഹൂ ബെനഫിറ്റ്സ്? ആർക്കാണ് അതുകൊണ്ട് പ്രയോജനം, ആത്യന്തിക പ്രയോജനം? അപ്പോൾ ഈ ലൗകികമായ വാഗ്ദാനങ്ങൾ മനുഷ്യങ്ങളിൽ വെച്ച് നീട്ടി അത് എത്തിപ്പിടിക്കാൻ വേണ്ടി അഹോരാത്രം പണിപ്പെടുന്നവനാക്കി മനുഷ്യനെ മാറ്റി അവനൊരു വല്ലാത്ത വിഷമവൃത്തത്തിൽ കൊണ്ടിട്ടുകൊണ്ട് ഈ വാഗ്ദാന പൂർത്തീകരണത്തിനായി മറ്റെല്ലാം മറന്ന് പ്രവർത്തിക്കുന്നവനാക്കി മനുഷ്യനെ മാറ്റിയത് കൊണ്ട് ആർക്കാണ് ആത്യന്തിക നേട്ടം? ഈ വാഗ്ദാനങ്ങൾ ഉറവിടമായ സാത്താന് തന്നെ. അപ്പോൾ മനുഷ്യൻ്റെ നാശം ആഗ്രഹിക്കുന്ന അസൂയാലുവായ സാത്താൻ മനുഷ്യൻ ഒരിക്കലും നിത്യജീവനം പ്രാപിക്കാതിരിക്കാൻ, അവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കാൻ ജഡികമായ ലൗകികമായ വാഗ്ദാനങ്ങൾ അതിമനോഹരമായി ചിത്രീകരിച്ച് മനുഷ്യന് മുമ്പിൽ ആദ്യം മുതൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് മാത്രം നോക്കി കണ്ണ് മഞ്ഞളിച്ചിരിക്കുന്ന മനുഷ്യൻ അതിനു വേണ്ടി തീയിലേക്ക് ഈയാമ്പാറ്റകളെ പോലെ ഓടിച്ചെന്ന് വീഴുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഏദൻ തോട്ടം മുതൽ മനുഷ്യൻ്റെ ചിന്തകളെയും അവൻ്റെ അന്തരംഗത്തെയും തിന്മയിലേക്ക് തിരിക്കാൻ സാത്താൻ സാധിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 21-ാം വചനം, മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല, എന്തെന്നാൽ തുടക്കം മുതലേ അവൻ്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യം മനുഷ്യൻ തിരിച്ചറിയണം. മനുഷ്യൻ്റെ അന്തരംഗം തുടക്കം മുതലേ മനുഷ്യൻ അവൻ്റെ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്തതുകൊണ്ട് തിന്മയിലേക്ക് ചാഞ്ഞാണ് ഇരിക്കുന്നത്. ഈ ചായ്വ് മുതലെടുത്തുകൊണ്ടാണ് സാത്താൻ അനേകം വാഗ്ദാനങ്ങൾ, ജഡത്തിൻ്റെ ദുരാശകളെ, കണ്ണിൻ്റെ ദുരാശകളെ, ജീവിതത്തിൻ്റെ അഹന്തയെ തൃപ്തിപ്പെടുത്തുന്ന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും സംഖ്യയുടെ പുസ്തകം 15-ാം അധ്യായം 39-ാമത്തെ വചനം, ഹൃദയത്തിൻ്റെയും കണ്ണുകളുടെയും ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കാനുള്ള നിങ്ങളുടെ പ്രവണതയെ പിൻചൊല്ലാതെ
കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം ഓർത്തു പാലിക്കുന്നതിന് ഈ തൊങ്ങലുകൾ അടയാളമായിരിക്കും. ഇപ്പോൾ പുരോഹിത വസ്ത്രങ്ങളിലെ, വിശുദ്ധ വസ്ത്രങ്ങളിലെ തൊങ്ങലുകൾ ഒരടയാളമായി ദൈവം നൽകിയതാണ്. എന്തിന്? കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം ഓർത്തു പാലിക്കാൻ. അങ്ങനെ കർത്താവിൻ്റെ കൽപ്പനകൾ ഓർത്തു പാലിക്കണമെങ്കിൽ കണ്ണുകളുടെയും ഹൃദയത്തിൻ്റെയും ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കാനുള്ള മനുഷ്യൻ്റെ പ്രവണതയെ അതിജീവിക്കണം, കീഴ്പ്പെടുത്തണം. അപ്പോൾ കണ്ണുകൾക്കും ഹൃദയത്തിനുമൊക്കെ അതിൻ്റെ ഈ തിന്മേനേക്കുള്ള ചാഞ്ഞിരിക്കുന്നുണ്ട്. ഈ ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കാനായി നീ അനുവദിച്ചാൽ ഈ ലോകത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ പുറകെ പോകാനും ഓടാനും മാത്രമായിരിക്കും നിനക്ക് സാധിക്കുക. അതുകൊണ്ട് കണ്ണുകളുടെ ദുരാശ തൃപ്തിപ്പെടുത്തുന്ന, ജീവിതത്തിൻ്റെ ജഡത്തിൻ്റെ ദുരാശയെ തൃപ്തിപ്പെടുത്തുന്ന അനേകം കാര്യങ്ങൾ കൊണ്ടുവന്ന് മോഹം ജനിപ്പിച്ച് സാത്താൻ ഈ വാഗ്ദാനങ്ങൾ മനുഷ്യന് മുമ്പിൽ നിരത്തി വയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് സാത്താൻ ചെയ്യുന്ന പ്രവൃത്തി. എന്നാൽ നാം കാണുന്നത് ഇതിന് ബദലായി വാഗ്ദാനങ്ങൾ നൽകുന്ന ഒരു ദൈവപിതാവിനെയാണ്. അപ്പോൾ സാത്താൻ മനുഷ്യന് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് അവൻ്റെ നിത്യനാശത്തിനാണെങ്കിൽ, ദൈവം മക്കൾക്ക് വാഗ്ദാനങ്ങൾ കൊടുത്തിരിക്കുന്നത് ദൈവമക്കളുടെ നിത്യരക്ഷയ്ക്കും നിത്യമഹത്വത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കണ്ടു, തൻ്റെ ഔന്നത്യവും തൻ്റെ മഹത്വവും വഴിയാണ് അവിടുന്ന് ഈ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അവിടുത്തെ മഹത്വത്തെ വിളിച്ചോതുന്നു, അവിടുത്തെ ഔന്നത്യത്തെ വിളിച്ചോതുന്നു. അപ്പോൾ തൻ്റെ മഹത്വവും ഔന്നത്യവും വഴി ദൈവം മക്കൾക്ക് വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. പക്ഷേ ഈ വാഗ്ദാനങ്ങളിലേക്കൊന്നും മനുഷ്യൻ നോക്കാറില്ല. ഈ വാഗ്ദാനങ്ങളെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കാറില്ല. ഈ വാഗ്ദാനങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കാറില്ല. ഈ വാഗ്ദാന പൂർത്തീകരണത്തിനായി കാത്തിരിക്കുന്നില്ല. അതിന് ധാരാളം കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഏദൻ തോട്ടം മുതൽ ദൈവം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രവാചകന്മാരിലൂടെ ദൈവം വാഗ്ദാനം നൽകി, അവിടുത്തെ പുത്രൻ യേശു ക്രിസ്തു വഴി വാഗ്ദാനം നൽകി, ദൈവജ്ഞാനം വഴി വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, അപ്പസ്തോലന്മാരുടെ പരിശുദ്ധാത്മാവ് വഴി വാഗ്ദാനം നൽകി. ഈ വാഗ്ദാനങ്ങളെല്ലാം നൽകിയിരിക്കുന്നത് അത്യുന്നതനായ ദൈവപിതാവാണ്. അപ്പോൾ അവിടുന്ന് മക്കൾക്ക് വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്ന ദൈവമാണ്. അതെന്തിനാണെന്ന് പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു. ദുരാശ മൂലം. നമ്മൾ കണ്ടു, ഈ ദുരാശയാണ് ലോകവാഗ്ദാനങ്ങളുടെ പുറകെ പോകാൻ വേണ്ടി സാത്താൻ മനുഷ്യരിൽ നിറയ്ക്കുന്ന കാര്യം. അപ്പോൾ ദുരാശ മൂലം ഈ ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽപ്പെട്ട് നശിക്കാതിരിക്കാൻ, മറിച്ച് ദൈവിക സ്വഭാവത്തിൽ നാം പങ്കുകാരാകാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വാഗ്ദാനങ്ങൾ എന്ന് അറിയണ്ടേ? എന്താണ് ഈ വാഗ്ദാനങ്ങളുടെ ശ്രേഷ്ഠത എന്ന് അറിയണ്ടേ? പ്രിയപ്പെട്ടവരെ, അനേക കാലമായി മനുഷ്യൻ ജീവിക്കുന്നു, എന്നാൽ ഈ ദൈവത്തിൻ്റെ വാഗ്ദാനമൊന്നും പൂർത്തിയായി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഈ വാഗ്ദാനങ്ങളൊക്കെ തള്ളിക്കളഞ്ഞു. ഈ വാഗ്ദാനങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാറില്ല. അഥവാ വാഗ്ദാനങ്ങൾ ദൈവം നൽകിയതുപോലെ, അഥവാ ഈ വാഗ്ദാനങ്ങൾ കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, എഴുതിയതുപോലെ വിശ്വസിക്കാനോ സ്വീകരിക്കാനോ അതിനുവേണ്ടി കാത്തിരിക്കാനോ അതിൻ്റെ സ്വന്തമാക്കാൻ വേണ്ടി അധ്വാനിക്കാനോ ഒന്നും മനുഷ്യന് താല്പര്യവുമില്ല, അതിന് മെനക്കെടാറുമില്ല. അതിലേക്ക് ജനത്തെ നയിക്കേണ്ടവർ അതിൽ നിന്നും മനുഷ്യനെ വേർപെടുത്തി കൊണ്ടുപോയി അവരും ലോക വാഗ്ദാനങ്ങളിലേക്കും ഈ ലോക ജീവിതത്തിൻ്റെ സുഖങ്ങളിലേക്കുമാണ് മനുഷ്യനെ ആത്മീയതയുടെ പേരിൽ പോലും തിരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര സമർത്ഥമായി സാത്താൻ മനുഷ്യനെ വഞ്ചിക്കുന്നുവെന്ന് ദൈവമക്കൾ ശ്രദ്ധയോടെ കാണും. സുവിശേഷ പ്രഘോഷണം എന്ന പേരിൽ മനുഷ്യൻ ലോകത്ത് കാട്ടിക്കൂട്ടുന്ന പലതും ഈ ലോക ജീവിതത്തിലെ മനുഷ്യൻ്റെ ജഡത്തിൻ്റെ ദുരാശകളെ, കണ്ണിൻ്റെ ദുരാശയെ, ജീവിതത്തിൻ്റെ അഹന്തയെ തൃപ്തിപ്പെടുത്താനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ്. ആ വാഗ്ദാനങ്ങൾ സുവിശേഷ പ്രസംഗത്തിൻ്റെ പഞ്ചസാരക്കോട്ടിലാണെങ്കിലും അതിൻ്റെ സോഴ്സ് സാത്താനാണെന്ന് തിരിച്ചറിയാൻ, വിവേചിച്ചറിയാൻ ദൈവമക്കൾക്ക് കഴിയണം. കാരണം ആ വാഗ്ദാനങ്ങളൊന്നും ദൈവത്തിൽ നിന്നല്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് 1 കൊരിന്ത്യർ 15-19 പഠിപ്പിക്കുന്നത്, ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരാണ്. അപ്പോൾ ഒരു വലിയ സമൂഹത്തെ നിർഭാഗ്യവാന്മാരാക്കി മാറ്റുന്നു
ജനത്തെ പഠിപ്പിക്കേണ്ടവർ തന്നെ. ആത്മീയതയുടെ പ്രചാരകരെന്ന് അവകാശപ്പെടുന്നവർ, ദൈവിക തത്വങ്ങളുടെ കസ്റ്റോഡിയൻസ് എന്ന് അവകാശപ്പെടുന്നവർ തന്നെ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഇവിടെയാണ് നാം നന്നായി ദൈവത്തിൽ നിന്നുള്ള വിവേകം സ്വന്തമാക്കി ഇത് തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഏദൻ തോട്ടം മുതലുള്ള വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കപ്പെടാനുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം സത്യമല്ലേ? ദൈവം വാഗ്ദാനം പൂർത്തിയാകാതിരിക്കുമോ? വചനം പറയുന്നത് ദൈവം ഒരിക്കലും കാലവിളംബം വരുത്തുന്നില്ല. എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ വചനത്തെ തള്ളിക്കളഞ്ഞത്, അല്ലെങ്കിൽ വാഗ്ദാനങ്ങളെ തള്ളിക്കളഞ്ഞത്? ഒരു വലിയ സത്യം മനസ്സിലാകാത്തതുകൊണ്ടാണ്. സഭാപ്രസംഗൻ 3-ാം അധ്യായം 17-ാം വചനം, ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും ദൈവം സമയം നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് അവിടുന്ന് നീതിമാനെയും ദുഷ്ടനെയും വിധിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അവളുടെ വലിയ സത്യം നാം തിരിച്ചറിയണം. ദൈവം നൽകിയിരിക്കുന്ന ഓരോ വാഗ്ദാനങ്ങളും പൂർത്തിയാക്കാൻ ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ പൂർത്തിയാവൂ. ദൈവം സർവജ്ഞാനിയാണ്. അവിടുത്തെ തീരുമാനവും നിശ്ചയവും അതിശ്രേഷ്ഠമാണ്, പരിപൂർണമാണ്. അത് തെറ്റുപറ്റില്ല ദൈവത്തിന്. അതുകൊണ്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ ഈ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കപ്പെടുകയുള്ളൂ. ആ സമയം തിരിച്ചറിയാത്തവരെല്ലാം ആ സമയത്തിന് മുമ്പ് പല വാഗ്ദാനങ്ങൾ പൂർത്തീകരണം നോക്കിയിരുന്നു, നടന്നില്ല. അതുകൊണ്ട് അതിനെ മുഴുവൻ പുച്ഛിച്ച് തള്ളി, അതിനെ മുഴുവൻ എഴുതി തള്ളിക്കളഞ്ഞു. എന്നിട്ട് അതിനെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് വെള്ളം ചേർത്തും മായം ചേർത്തും വളച്ചൊടിച്ചും വേറെ എന്തൊക്കെയോ ആക്കി ചിന്തിക്കുന്നു, പഠിപ്പിക്കുന്നു, പ്രസംഗിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ മാറ്റപ്പെടില്ല. മനുഷ്യൻ അവിശ്വസ്തനായിരുന്നാൽ കൂടി ദൈവം വിശ്വസ്തനായിരിക്കും. കാരണം അവിടുന്ന് പരിശുദ്ധനാണ്. അവിടുത്തെ വാക്കുകൾക്ക് മാറ്റമില്ല, മനുഷ്യൻ തള്ളിക്കളഞ്ഞാലും ഇല്ലെങ്കിലും. അതുകൊണ്ട് അനേകം വചനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യനോട് കരുണ കാണിക്കാൻ, മക്കളോട് കരുണ കാണിക്കാൻ വേണ്ടി അവസരം കണ്ടെത്തുന്നതാണ് ദൈവം. എന്തിനവിടുത്തെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കി കൊടുക്കാൻ. അതവിടുത്തെ അനന്തമായ കരുണയും സ്നേഹവുമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദൈവമാണ് മക്കൾക്ക് വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് പൂർത്തിയാകുന്ന ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോഴാണ് ഈ വാഗ്ദാനങ്ങൾ പൂർത്തിയാകുക. പ്രഭാഷകൻ 39:16-17 നിങ്ങളിങ്ങനെ പറയണം, എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ദൈവം നിശ്ചയിക്കാതെ സാത്താൻ എത്രയൊക്കെ ശ്രമിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. അവയെല്ലാം അത്യുത്തമമാണ്. ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കില്ല, കഴിയില്ല. യഥാകാലം എല്ലാം വെളിവാകും. അപ്പോൾ യഥാകാലം ഓരോന്നും പൂർത്തിയാകുമ്പോൾ, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ഓരോ വാഗ്ദാനങ്ങളും അത് ആർക്കാണോ നൽകിയിരിക്കുന്നത് അവരിൽ പൂർത്തിയാകുമ്പോൾ എല്ലാം ദൈവമക്കൾക്ക് വെളിവാകും. ആരിലാണോ ഈ വാഗ്ദാനങ്ങൾ പൂർത്തിയാകുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവപിതാവ് ആർക്കാണോ ഈ വാഗ്ദാനം കൊടുത്തിരിക്കുന്നത് അവർക്കെല്ലാം വെളിവാകും. അല്ലാത്തവർക്ക് ഇന്നും വെളിവാകില്ല, അന്നും വെളിവാകില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവം അവിടുത്തെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്ന സമയമേത് എന്ന് തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമുക്കിത് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ, എല്ലാം വെളിവാകുമെന്ന് പറഞ്ഞു, നമുക്ക് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പ്രസംഗിക്കണം, പ്രഘോഷിക്കണമെങ്കിൽ ദൈവം ആരെങ്കിലും അയക്കണം. അപ്പോൾ അന്ത്യകാലത്താണ് ഈ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടുക. അപ്പോൾ അന്ത്യകാലത്താണ് ഈ വാഗ്ദാനങ്ങൾ മുൻപേ എഴുതപ്പെട്ടതാണെങ്കിലും അത് പ്രസംഗിക്കപ്പെടുകയാണ്. അങ്ങനെ ദൈവം അയച്ചവനിലൂടെ അത് പ്രസംഗിക്കപ്പെടുമ്പോഴാണ് അത് ആക്ടിവേറ്റ്, അത് യാഥാർത്ഥ്യമാകുന്നത്, അതിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നത്. ഇങ്ങനെ അന്ത്യകാലത്ത് ഈ ദൈവീക വാഗ്ദാനങ്ങൾ വെളിപ്പെടുത്തി തന്ന്, ഈ ദൈവീക പ്രവൃത്തികൾ വെളിപ്പെടുത്തി തന്ന്, ഈ ദൈവീക രഹസ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ദൈവം അയക്കുന്ന ദൂതനാണ് സദ്വാർത്ത കൊണ്ടുവരുന്ന ദൂതൻ. അങ്ങനെ ഒരു ദൂതനെക്കുറിച്ചും അങ്ങനെ ഒരു സദ്വാർത്തയെക്കുറിച്ചും പ്രവാചകന്മാരും യേശുക്രിസ്തുവും അപ്പസ്തോലന്മാരും വഴി പരിശുദ്ധാത്മാവും ഈ പുസ്തകത്തിൽ പ്രവചിച്ചിട്ടുണ്ട്. അത് ദൈവത്തെ മുഴുവൻ ചരിത്രമാക്കി മാറ്റി പുറകോട്ട് മാത്രം നോക്കിയിരിക്കുന്ന ദൈവശാസ്ത്ര വിശാരദന്മാർക്കും അവരുടെ ജൽപ്പനങ്ങൾ മാത്രം കേട്ടു ശീലിച്ച ജനത്തിനും അത് തിരിച്ചറിയില്ല.
അതിന് ദൈവവചനത്തെ ആദ്യം ദൈവവചനമായി കാണണം. ദൈവിക പ്രവചനങ്ങളായി കാണണം. അത് ദൈവത്തിൻ്റെ വാക്കായി വിശ്വസിക്കണം, സ്വീകരിക്കണം. അപ്പോൾ ഇത് ഗ്രഹിക്കാൻ സാധിക്കും. ദൈവശാസ്ത്രം അറിഞ്ഞാലല്ല ദൈവത്തിൻ്റെ രഹസ്യം വെളിപ്പെട്ട് കിട്ടുക, ദൈവവചനം അറിയുന്നതിലൂടെയാണ്. അത് രണ്ടും രണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ കണ്ടു, ഈ ലോകത്തിലെ വാഗ്ദാനങ്ങളിലേക്ക് മനുഷ്യനെ സാത്താൻ കൂപ്പുകുത്തിച്ചു. ഇത് മാത്രം ചിന്തിച്ചിരിക്കുന്ന ലൗകികരുണ്ട്. അവർക്കൊരിക്കലും ദൈവിക വാഗ്ദാനം തിരിച്ചറിയാൻ കഴിയില്ല. ഫിലിപ്പി 3:19-20 നാശമാണ് അവരുടെ അവസാനം. അവർക്ക് എങ്ങനെ ദൈവിക വാഗ്ദാനം സ്വീകരിക്കാൻ പറ്റും? അവരെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നു, നാശമാണ് അവരുടെ അവസാനം. ദൈവവചനമാണ്. ഉദരമാണ് അവരുടെ ദൈവം. അപ്പോൾ അവർക്കെപ്പോഴും ജഡത്തിൻ്റെ ദുരാശകളെ, കണ്ണുകളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുന്ന ഈ ലോകത്തിൻ്റെ വാഗ്ദാനങ്ങളിലേക്ക് മാത്രമേ തിരിയാൻ കഴിയുള്ളൂ. ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. അപ്പോൾ അതിനെ ശ്രദ്ധിച്ച്, അഭിമാനം കൊള്ളുന്ന കാര്യം ഒരിക്കലും ലജ്ജാകരമല്ല. അപ്പോൾ ആരുടെ മുമ്പിൽ ലജ്ജാകരം? ദൈവത്തിന് മുമ്പിൽ ലജ്ജാകരമായത്, സ്വർഗത്തിന് മുമ്പിൽ ലജ്ജാകരമായതിൽ അഭിമാനം കൊള്ളുന്നവരാണ് ഈ ലോകത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർ, ഈ ലോക വാഗ്ദാനങ്ങളിൽ മാത്രം കണ്ണു നട്ടിരിക്കുന്നവർ, അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ. ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. അപ്പോൾ അവർക്ക്, ഇങ്ങനെയുള്ളവർക്ക്, ഈ ലൗകികർക്ക് ഈ ഭൂമിയുടെ കാര്യങ്ങളെക്കുറിച്ച്, ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച്, ഈ ലോക ജീവിതത്തെക്കുറിച്ച്, ഈ ജഡത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ അല്ലാത്തവർ സ്വർഗത്തിൽ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കാത്തിരിക്കും. എന്തിന്? ദൈവം നൽകിയ വാഗ്ദാനങ്ങളുടെ മുഴുവൻ പൂർത്തീകരണത്തിനായി. ദൈവം മക്കൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ മുഴുവൻ സ്വന്തമാക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് രക്ഷകനെ, വീണ്ടും വരുന്ന ദൈവപുത്രൻ യേശു ക്രിസ്തുവിനെ തന്നെ കാത്തിരിക്കും. അതാണ് ലോകത്തിൻ്റെ വാഗ്ദാനമാണോ ദൈവത്തിൻ്റെ വാഗ്ദാനമാണോ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്, കണ്ണും നട്ടിരിക്കുന്നത്, സ്വന്തമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ ഒരു അടയാളം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു. അവിടുന്ന് വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്ന ദൈവമാണ്. 2 പത്രോസ് 1:4 ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട്. അപ്പോൾ ഈ കണ്ണുകളുടെ ദുരാശയും ലോകത്തിൻ്റെ ദുരാശയും മൂലം വന്നു ഭവിക്കാൻ പോകുന്നത്, ഈ ലോകത്തിൻ്റെ മേൽ പതിക്കാൻ പോകുന്നൊരു വിനാശമാണ്. കാരണം ദൈവം നീതിയാണ്. ഇന്നോളം സാത്താൻ ഈ മാർഗങ്ങളിലൂടെ ദൈവമക്കൾക്കെതിരെ ചെയ്ത സകല പ്രവർത്തികൾക്കും, സകല വഞ്ചനയ്ക്കും ചതിക്കും, അവൻ ചിന്തിയ സകല രക്തത്തിനും ദൈവം ശിക്ഷ കൊടുക്കണ്ടേ? ദൈവം പ്രതികാരം ചെയ്യണ്ടേ? ദൈവം നീതിമാനല്ലേ? ആ പ്രതികാരവും ശിക്ഷയും ലോകത്തിന് പതിക്കുന്ന സമയമാണ് ഈ സമ്പൂർണ്ണ വിനാശം. അപ്പോൾ ദുരാശ മൂലം ലോകത്തിലുണ്ടാകാൻ പോകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തൻ്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടെ നിങ്ങൾക്ക് അമൂല്യവും വിലമതിക്കാനാവാത്ത ശ്രേഷ്ഠമായ വാഗ്ദാനം നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കുന്നവരാണ് ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകുന്നവരും ഈ വിനാശത്തിന് രക്ഷപ്പെടുന്നവരും. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം നീ സ്വീകരിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രകാരം നീ ആ വാഗ്ദാനം ചെയ്യപ്പെട്ട് നീ സ്വന്തമാക്കുന്നില്ലെങ്കിൽ ഈ വിനാശത്തിൽ പെട്ട് നശിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു മുന്നറിയിപ്പാണ്. അത് വാഗ്ദാനങ്ങളെക്കുറിച്ചുള്ള പ്രഖ്യാപനം മാത്രമല്ല, ഈ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. കാരണം ഈ ലോകത്തിൻ്റെ വാഗ്ദാനങ്ങളിലൂടെ നീ സ്വന്തമാക്കുന്നതെല്ലാം കടന്നു പോകും. 1 യോഹന്നാൻ 2:15-17 ലോകത്തെയോ ലോകത്തുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. നിങ്ങൾ കണ്ടതാണ് ഈ വചനം. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ പിതാവിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഈ വചനത്തിൽ നിങ്ങൾക്ക് വില കൊടുക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ശ്രദ്ധിക്കുകയുള്ളൂ. എന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, ലോകത്തിൻ്റെതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ലോകവും അതിൻ്റെ വാഗ്ദാനങ്ങളും കടന്നു പോകുന്നു.
ലോകവും അത് വെച്ച് നീട്ടുന്നതും കടന്നു പോകും. ലോകവും അതുണ്ടാക്കിയിരിക്കുന്നതും കടന്നു പോകും, ഇല്ലാതാവും, നശിപ്പിക്കപ്പെടും, മാറ്റപ്പെടും. എന്നാൽ ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ, എന്നാൽ ദൈവഹിതം അവിടുത്തെ വാഗ്ദാനം നാം സ്വന്തമാക്കണം. അപ്പോൾ ആ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ എന്നേക്കും നിലനിൽക്കുന്നവരാണ് ഈ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കുന്നവർ. ദൈവത്തിൻ്റെ വാഗ്ദാനം ഈ ഭൂമിയിൽ സാത്താൻ വെച്ച് നീട്ടുന്നതെല്ലാം അവൻ യേശുക്രിസ്തുവിനെ കാണിച്ച് നീ എന്നെ ആരാധിച്ചാൽ നിനക്ക് തരാം എന്ന് പറഞ്ഞ് കാണിച്ചതെല്ലാം നീക്കം ചെയ്യപ്പെടും. 2 പത്രോസ് 3:10-11. കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാവും, മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാവും. ഇത്ര ഗൗരവമുള്ള കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് ഒരു തമാശ പോലെ എഴുതി വെക്കില്ലല്ലോ. ആ മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാവും, ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഇത് അനേക സ്ഥലങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം നശ്വരമാകയാൽ ഇവയെല്ലാം നശ്വരമാണ്. വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. അപ്പോൾ ഈ ശുഷ്കാന്തി നമുക്കുണ്ടാകണമെങ്കിൽ ഇതെല്ലാം നശ്വരമാണ് എന്നറിയണം. ഈ ശുഷ്കാന്തി ഉണ്ടാകണമെങ്കിൽ അനശ്വരമായ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ നീ വിശ്വസിക്കണം. അപ്പോൾ ഈ ശുഷ്കാന്തി ഉണ്ടാവും. വിശുദ്ധിയോടെ ദൈവഭക്തിയോടെ ജീവിക്കാനുള്ള ശുഷ്കാന്തി നമ്മിലുണ്ടാവും. അപ്പോൾ ദൈവം അനേകം വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. സ്വർഗീയമായ വാഗ്ദാനം, അമൂല്യമായ വാഗ്ദാനം, ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം നൽകിയിരിക്കുന്ന ഈ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കാൻ ദൈവം നമ്മിൽ നിക്ഷേപിക്കുന്ന അഭിലാഷമാണ് പ്രത്യാശ. അപ്പോൾ പ്രത്യാശ ഉള്ളവർക്ക് മാത്രമാണ് ഈ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കാൻ കഴിയുള്ളൂ. അത് ദൈവം നമ്മിൽ നിക്ഷേപിക്കുന്നതാണ്. ഈ ലോക വസ്തുക്കളെക്കുറിച്ചുള്ള മോഹം സാത്താൻ മനുഷ്യരിൽ നിറയ്ക്കുന്നത് പോലെ സ്വർഗീയ വാഗ്ദാനങ്ങളെക്കുറിച്ചുള്ള അഭിലാഷത്തിൻ്റെ പ്രത്യാശ ദൈവം ദൈവമക്കളിൽ നിറയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ഈ വാഗ്ദാന പൂർത്തീകരണത്തിൻ്റെ സമയത്ത്, പ്രത്യേക അന്ത്യകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിനക്ക് സ്വർഗീയമായ പ്രത്യാശകളുണ്ടോ? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കാൻ ദൈവം നിന്നിൽ അഭിലാഷം നിറച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വാഗ്ദാനങ്ങൾ നിനക്ക് വേണ്ടിയുള്ളതാണ്. അഥവാ ഈ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തവനാണ് നിങ്ങൾ. ഇത് ഓരോരുത്തരും പരിശോധിക്കണം. എന്താണ് എൻ്റെ അഭിലാഷം? ഈ ലോകത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കുള്ള മോഹമാണോ, ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ സ്വന്തമാക്കാനുള്ള അഭിലാഷമാണ്? കൊളോസ്സസ് 1:22-23. എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുൻപിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. ഒക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. യേശുക്രിസ്തു അവൻ്റെ 2ാം വരവിൽ നമ്മെ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി പിതാവിന് സമർപ്പിക്കുമ്പോഴാണ് അവൻ്റെ രക്ഷാകര പ്രവൃത്തി പൂർത്തിയായിട്ടുള്ളൂ. 2000 വർഷവും പൂർത്തിയായിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ സമർപ്പിച്ച് ദൈവം നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും നാം സ്വന്തമാക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രവിച്ച സദ്വാർത്ത നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടി വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കപ്പെടുന്ന സമയമാണ് അവസാന കാലം. ഈ വാഗ്ദാനങ്ങൾ, ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് പ്രസംഗിക്കപ്പെടുന്നത് അന്ത്യകാലത്താണ്. ഈ വാഗ്ദാനങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം സദ്വാർത്ത ദൂതനെ അയച്ചത്. 2005 മുതൽ ഈ സദ്വാർത്ത, ഈ സ്വർഗീയ വാഗ്ദാനങ്ങളുടെ സദ്വാർത്ത പ്രഘോഷിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ വാഗ്ദാനങ്ങളിൽ ഉള്ള അഭിലാഷത്തിൽ അഥവാ പ്രത്യാശയിൽ സ്ഥിരതയോടെ ദൃഢനിശ്ചയത്തോടെ നിലനിൽക്കുന്നവർക്കാണ് ഈ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ പ്രത്യാശിക്കുന്നവ എനിക്ക് ലഭിക്കുമെന്ന് ദൈവം നമുക്ക് തരുന്നൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പാണ് വിശ്വാസം. അപ്പോൾ ഈ ദൈവത്തിനുള്ള വാഗ്ദാനങ്ങൾ നാം സ്വന്തമാക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണവും
ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവരാജ്യത്തിലാണ് ഈ വാഗ്ദാനങ്ങളെല്ലാം പൂർത്തിയാക്കപ്പെടുന്നത്. എന്നാൽ യേശുക്രിസ്തു പഠിപ്പിച്ച ഒരേ ഒരു വിഷയമാണ് ദൈവരാജ്യം. ഇന്ന് ആ ദൈവരാജ്യത്തെക്കുറിച്ച് ആരും ചിന്തിക്കാറുമില്ല, പ്രസംഗിക്കാറുമില്ല, ഒന്നും ചെയ്യാറില്ല. അത് പ്രസംഗിച്ചാൽ അവിടെ ആൾക്കൂട്ടം ഓടിക്കൂടില്ല. ആൾക്കൂട്ടം ഉണ്ടാവണമെങ്കിൽ അവിടെ രോഗശാന്തി വേണം, പെണ്ണിനെ കെട്ടിക്കുന്ന വഴി മാറണം, വിദേശത്ത് പോകാൻ വിസ കിട്ടണം, രോഗം മാറണം, ഈ ലോകത്തിൽ പ്രശസ്തി കിട്ടണം, കടം വീടണം. അങ്ങനെ ഈ ലോകത്തിലെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ പ്രസംഗിച്ചാൽ, അതിനുവേണ്ടി ധ്യാനങ്ങൾ നടത്തിയാൽ, അതിനുവേണ്ടി ഉപവാസ പ്രാർത്ഥന നടത്തിയാൽ, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്താൽ അനേക ലക്ഷങ്ങൾ ഓടിക്കൂടുവോടെ. കാരണം അവരെല്ലാം ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ഇതിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രം മോഹിക്കുന്നവരാണ്. അതുകൊണ്ട് അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. നിർഭാഗ്യവാന്മാരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഒരു വാഗ്ദാനം ദൈവം നൽകിയിട്ടുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം 24-ാം വചനം. ജോസഫ്, യാക്കോബിൻ്റെ പുത്രനായ ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ മരിക്കാറായി, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ അബ്രാഹത്തിന് ദൈവം വാഗ്ദാനം ചെയ്തു നാട്. അബ്രാഹാം വിശ്വാസികളുടെ പിതാവെന്നാണ് ലോകം വിളിക്കുന്നത്. അപ്പോൾ അബ്രാഹത്തിന് ദൈവം കൊടുത്ത വാഗ്ദാന പ്രകാരം ഒരു നാട് വാഗ്ദാനം ചെയ്തു. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 19-ാം വചനം. ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തൻ്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ അബ്രാഹാം ജീവിച്ചിരുന്ന കാലത്ത് ഈ വാഗ്ദാനമൊന്നും പൂർത്തിയാക്കപ്പെട്ടില്ല. അല്ലെ, കഴിഞ്ഞ ഈ അനേക സഹസ്രാബ്ദങ്ങളിലും ഈ വാഗ്ദാനം പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല. ഈ വാഗ്ദാനം പൂർത്തിയാക്കപ്പെടുന്നത് അന്ത്യകാലത്താണ്. വാഗ്ദാനപ്രകാരം വിശ്വാസികളുടെ പിതാവിൽ നിന്ന് ജനിക്കുന്നവർ നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടന്ന് അത് തെളിയിക്കുമ്പോഴാണ് ഈ വാഗ്ദാനം അവർ സ്വന്തമാക്കുക. അതുകൊണ്ട് ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭൗതികമായ ഈ ലോക സുഖങ്ങൾ അല്ല, ഈ ലോക മോഹങ്ങൾ തൃപ്തിപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യമല്ല ഈ വാഗ്ദാനം. ഈ ലോകത്തിലെ സമ്പത്തും പ്രശസ്തിയും പേരും സുഖഭോഗങ്ങളും ഈ ലോകത്തിലെ മണ്ണുമല്ല ഈ വാഗ്ദാനം. അത് വളരെ വ്യക്തമായി പരിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഹെബ്രായർ 11:12-16. അതിനാൽ ഒരുവനിൽ നിന്ന്, അതും മൃതപ്രായനായ ഒരുവനിൽ നിന്ന്, ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെയും കടലോരത്തെ സംഖ്യാതീതമായ മണൽത്തരികൾ പോലെയും വളരെ പേർ ജനിച്ചു. ഇവരെല്ലാം വിശ്വാസത്തോടെയാണ് മരിച്ചത്. ഒന്നും നേടിയിട്ടില്ല, വാഗ്ദാനം പ്രാപിച്ചിട്ടില്ല, വാഗ്ദാനം പ്രാപിക്കുമെന്ന പ്രത്യാശയിൽ ഉറപ്പോടെയാണ് മരിച്ചത്, വിശ്വാസത്തോടെയാണ് മരിച്ചത്. അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടു പ്രാപിച്ചിട്ടില്ല ഇതുവരെ. എങ്കിലും ദൂരെ നിന്ന് അവയെ കണ്ട് അഭിവാദനം ചെയ്യുകയും തങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന് ഏറ്റുപറയുകയും ചെയ്തു. അപ്പോൾ അബ്രാഹവും ഇസ്ഹാക്കും യാക്കോബും പൂർവ്വപിതാക്കന്മാരും പ്രവാചകന്മാരും നീതിമാന്മാരും ന്യായാധിപന്മാരും എല്ലാവരും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞൊരു കാര്യമുണ്ട്: ഞങ്ങൾ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ഒന്നുമല്ല ദൈവം വാഗ്ദാനം ചെയ്ത നാട്. ഈ ഭൂമിയിലെ ഒന്നുമല്ല ദൈവം വാഗ്ദാനം ചെയ്തത്. ആയിരുന്നുവെങ്കിൽ അവർ തങ്ങൾ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന് ഏറ്റു പറയുമായിരുന്നില്ല. അബ്രാഹാം ഇപ്രകാരം പറയുന്നവർ തങ്ങൾ പിതൃദേശത്തെയാണ് അന്വേഷിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ഏത് പിതൃദേശം? ദൈവത്തിൻ്റെ സ്വന്തം. ദൈവമാണ് പിതാവ്, ഏക സത്യദൈവമായ പിതാവ്. അപ്പോൾ അതാണ് അന്വേഷിക്കുന്നത് വ്യക്തമാക്കുന്നു. തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ്. അബ്രാഹത്തിൻ്റെ സന്തതികൾ തിരിച്ച് ഊറിലേക്ക് പോയില്ല. അബ്രാഹത്തിൻ്റെ പൂർവ്വന്മാർ താമസിച്ച പഴയ നാട്ടിലേക്ക് തിരിച്ചു പോയില്ല. തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ അവസരം ഉണ്ടാകുമായിരുന്നു. അടുത്ത പതിനെ ശ്രദ്ധിച്ചേ. ഇപ്പോഴാകട്ടെ അവർ അതിനേക്കാൾ ശ്രേഷ്ഠവും സ്വർഗീയവുമായതിനെ ലക്ഷ്യം വയ്ക്കുന്നു. ഭൗമികമല്ല, ഭൗമികമായൊരു നാടല്ല, സ്വർഗീയമായതിനെ ലക്ഷ്യം വയ്ക്കുന്നു. അവരുടെ ദൈവം
അങ്ങനെ സ്വർഗീയമായതിനെ ലക്ഷ്യം വയ്ക്കുന്നവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ദൈവം ലജ്ജിക്കുന്നില്ല. അപ്പോൾ ഭൗമികമായതിനെ ലക്ഷ്യം വെക്കുന്നവരുടെ ദൈവം എന്ന് ദൈവം വിളിക്കപ്പെടാൻ അവിടുന്ന് ലജ്ജിക്കുന്നു. അതാണ് വിപരീതം. ഈ ലോകത്തിലെ വാഗ്ദാനങ്ങളെ പൂർത്തീകരണത്തിന് വേണ്ടി ജീവിക്കുന്നവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം ലജ്ജിക്കുന്നു. അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ദൈവം ലജ്ജിക്കുന്നില്ല. അവർക്കായി അവിടുന്ന് ഒരു നഗരം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ സ്വർഗീയമായ ഒരു വാഗ്ദാന ദേശം ദൈവം മക്കൾക്ക് വാഗ്ദാനം ചെയ്തു. അപ്പോൾ അവിടുത്തെ വാഗ്ദാനങ്ങളെല്ലാം പൂർത്തിയാകുന്ന ദൈവരാജ്യമാണ് അവിടുന്ന് വാഗ്ദാനം ചെയ്തത്. അതുകൊണ്ട് ഈ ലോകത്തിൽ സാത്താൻ വെച്ച് നീട്ടുന്നതെല്ലാം നീക്കം ചെയ്യപ്പെടും. ഹെബ്രായർ 12:26-28 അന്ന് അവൻ്റെ സ്വരം ഭൂമിയെ ഇളക്കി. എന്നാൽ ഇനിയും ഒരിക്കൽ കൂടി ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് ഇപ്പോൾ അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇത് ദൈവപുത്രൻ്റെ ഒരു വാഗ്ദാനമാണ്. ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന ദൈവപുത്രൻ്റെ വാഗ്ദാനം. ഇനിയും ഒരിക്കൽ കൂടി എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് ഇളക്കപ്പെട്ടവ, സൃഷ്ടിക്കപ്പെട്ടവ നീക്കം ചെയ്യപ്പെടുമെന്നാണ്. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ടവയെല്ലാം നീക്കം ചെയ്യും എന്ന ദൈവപുത്രൻ്റെ വാഗ്ദാനം. അത് വാഗ്ദാനമാണ് ദൈവമക്കൾക്ക്. ഇളക്കപ്പെടാൻ പാടില്ലാത്തവ നിലനിൽക്കാൻ വേണ്ടിയാണിവ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ആരാണ് നമ്മൾ? ഈ രാജ്യം ലഭിക്കുന്നവർ. സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തിയാദരങ്ങളോടെ നമുക്ക് സമർപ്പിക്കാം. അപ്പോൾ ഈ ദൈവരാജ്യം അവകാശമായി ലഭിക്കുന്നവരെല്ലാം, ഈ വാഗ്ദാനം സ്വന്തമാക്കുന്നവരെല്ലാം അത്യുന്നതനായ ദൈവത്തിന് എല്ലാം മഹത്വം നൽകി അവിടുത്തെ ആരാധിക്കും. അവിടത്തേക്ക് എല്ലാം മഹത്വം ഉണ്ടായിരിക്കട്ടെ. 2 പത്രോസ് 3:10-13 കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാവും, മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാവും, ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ആകാശം തീയിൽ വെന്ത് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാനപ്രകാരം നാം കാത്തിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും. അത് ദൈവശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ബൈബിൾ വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ച് ഉണ്ടാക്കി വച്ചിരിക്കുന്ന പോലെ അല്ല. ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്ന പോലെ ആ ദൈവത്തിൻ്റെ വചനമായി നാം സ്വീകരിച്ചാൽ ഈ രഹസ്യങ്ങളെല്ലാം കർത്താവ് നമുക്ക് തുറന്നു തരും. അപ്പോൾ നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ട്. അവിടെ ദൈവത്തിൻ്റെ വാഗ്ദാന നാട്. അപ്പോൾ ദൈവരാജ്യത്തിലാണ് എല്ലാ ദൈവീയ വാഗ്ദാനങ്ങളും പൂർത്തിയാകുന്നത്. അതുകൊണ്ട് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു, യേശുക്രിസ്തു പഠിപ്പിച്ചു. ആരെ? ഈ ദൈവരാജ്യം സ്വന്തമാക്കേണ്ടവരെ. അവരോട് കർത്താവ് ഇങ്ങനെ പറയുന്നു. മത്തായി 6:32-33 വിജാതിയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്, നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിനെ പിതാവാണെന്ന് വിശ്വസിക്കുകയും സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരോടാണ് യേശുക്രിസ്തു പറയുന്നത്. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. ഇതാരാ അന്വേഷിക്കണമെന്ന്? ഇന്ന് അവനവൻ്റെ കാര്യവും മക്കളുടെ കാര്യവും അവനവൻ്റെ ജോലിയും അവനവൻ്റെ സമ്പത്തും അവനവൻ്റെ തലമുറകൾക്ക് വേണ്ടി സമ്പാദിക്കാനും അവനവൻ സുഖം ആസ്വദിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ആരാണ് ദൈവരാജ്യം അന്വേഷിക്കുന്നത്? ആരാണ് ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുന്നത്? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ ദൈവരാജ്യത്തിലാണ് ദൈവത്തിൻ്റെ ഇന്നോളം നൽകപ്പെട്ട വാഗ്ദാനങ്ങളെല്ലാം പൂർത്തിയാക്കപ്പെടുന്നു.
ഈ ദൈവരാജ്യ രഹസ്യങ്ങളുടെ പ്രഘോഷണമാണ് അന്ത്യകാലത്ത് പ്രസംഗിക്കപ്പെടുന്ന സദ്വാർത്ത. പ്രിയപ്പെട്ടവരെ, ഇത് പ്രസംഗിക്കുന്ന ദൈവം ആരെങ്കിലും അയക്കണം. അങ്ങനെ ഈ സദ്വാർത്ത പ്രസംഗിക്കാൻ ദൈവം അയച്ച അത്യുന്നതൻ്റെ പ്രവാചകനാണ് ലോകം ജോസഫ് പൊന്നാർ എന്ന് വിളിച്ച സദ്വാർത്തയുടെ ദൂതൻ. ഈ വാഗ്ദാന പൂർത്തീകരണത്തിനായി വാഗ്ദാനപ്രകാരം ജനിച്ചവർക്ക് അവനെ തിരിച്ചറിയാനും സ്വീകരിക്കാനും വിശ്വസിക്കാനും കഴിയും. ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം അത്യുത്തമമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ വാഗ്ദാനങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത് വിശ്വാസത്താലാണ്. ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും ദൈവത്താൽ അയക്കപ്പെടുന്നവരെയും വിശ്വസിച്ച് സ്വീകരിച്ച് അനുസരിക്കുന്നവർക്കാണ് ഈ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ച് ലഭിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഇപ്പോൾ പറയുന്നത് ഈ വാഗ്ദാന പൂർത്തീകരണത്തിൻ്റെ സമയമായി എന്ന് ദൈവം വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ്, എന്ന് ദൈവം സദ്വാർത്ത വഴി ലോകത്തെ അറിയിച്ചതുകൊണ്ടാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 16 വരെ. ലോകത്തിൻ്റെ അവകാശിയാകും എന്ന വാഗ്ദാനം അബ്രാഹത്തിനോ അവൻ്റെ സന്തതിക്കോ ലഭിച്ചത് നേരത്തെ സൂചിപ്പിച്ച ദൈവത്തിൻ്റെ ലോകം അതിൻ്റെ അവകാശിയാകുമെന്ന വാഗ്ദാനമാണ്. അത് അബ്രാഹത്തിനോ അവൻ്റെ സന്തതിക്കോ ലഭിച്ചത് നിയമത്തിലൂടെയല്ല, ഏതെങ്കിലും പ്രവൃത്തികളുടെ അനുസരണത്തിലൂടെ അല്ലെന്ന്, പ്രത്യുത വിശ്വാസത്തിൻ്റെ നീതിയിലൂടെയാണ്. ഇതിന്ന് വിശ്വാസികളെന്ന് പറയുന്നവർ പോലും തള്ളിക്കളഞ്ഞിരിക്കുക. വിശ്വാസികളുടെ നേതാക്കൾ പോലും പഠിപ്പിക്കുന്നത് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താൽ രക്ഷപ്പെടാം, നല്ല കാര്യം ചെയ്താൽ പ്രവൃത്തിയിലൂടെ സ്വർഗ്ഗത്തിൽ പോവാം. വിശ്വാസത്തിൻ്റെ നീതിയിലൂടെയാണ്. അപ്പോൾ എന്തൊക്കെ വിശ്വസിക്കണം, ആരെയൊക്കെ വിശ്വസിക്കണം എന്നറിയണ്ടേ? ഏത് വിശ്വാസമാണ് നിനക്ക് അന്ത്യകാലത്ത് നീതീകരണം നേടിത്തരുന്നതെന്ന് അറിയണ്ടേ? അത് വെളിപ്പെടുത്തുന്ന പ്രഘോഷണമാണ് സദ്വാർത്ത. നിയമത്തെ ആശ്രയിക്കുന്നവർക്കാണെങ്കിൽ അവകാശമെങ്കിൽ വിശ്വാസം നിരർത്ഥകവും വാഗ്ദാനം നിഷ്ഫലവുമായി തീരും. അപ്പോൾ ഏതെങ്കിലും പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ഈ അവകാശം ദൈവരാജ്യം അവകാശപ്പെടുത്തുന്നതെങ്കിൽ വിശ്വാസം നിരർത്ഥകമാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനവും നിഷ്ഫലമാണ്. എന്നാൽ നിയമം ക്രോധത്തിന് ഹേതുവാണ്, നിയമമില്ലാത്തടത്ത് ലംഘനമില്ല. അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അന്ത്യകാലത്ത് സദ്വാർത്ത വഴി എന്തെല്ലാം വാഗ്ദാനങ്ങളാണോ ദൈവം പ്രഖ്യാപിക്കുന്നത്, ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ട ഏതെല്ലാം വാഗ്ദാനങ്ങളാണ് അവിടുന്ന് പൂർത്തീകരിച്ച് നൽകുന്നത്, ആ വാഗ്ദാനങ്ങൾ മുഴുവൻ സ്വന്തമാക്കുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതൊരു ദാനമായിരിക്കുന്നതിനും അങ്ങനെ അബ്രാഹത്തിൻ്റെ എല്ലാ സന്തതിക്കും, നിയമം ലഭിച്ച സന്തതിക്ക് മാത്രമല്ല അബ്രാഹത്തിൻ്റെ വിശ്വാസം പങ്കുചേരുന്ന സന്തതിക്കും ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരിക്കുന്നതിനും വേണ്ടിയാണ് അവൻ നമ്മുടെ എല്ലാം പിതാവായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ വാഗ്ദാനങ്ങളെല്ലാം നാം സ്വന്തമാക്കുന്ന വിശ്വാസം ഏത് തിരിച്ചറിയണ്ടേ? ഞങ്ങൾ എന്തൊക്കെയോ വിശ്വസിക്കുന്നുണ്ടെന്ന് കരുതിയിരിക്കുന്ന ഓരോ വിശ്വാസിയും പരിശോധിക്കുക. ഈ സദ്വാർത്തയിലൂടെ പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ഓരോ വാക്കുകളും വചനങ്ങളും പ്രവൃത്തികളും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും വിശ്വസിച്ച് അതിനുവേണ്ടി ഒരുങ്ങുന്നവർക്കാണ് ഈ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കാൻ കഴിയുക. അപ്പോൾ വിശ്വാസത്തിലൂടെയാണ്, വിശ്വാസത്തിൻ്റെ നീതിയിലൂടെയാണ് ഈ വാഗ്ദാനങ്ങൾ ദൈവം നമുക്ക് പൂർത്തീകരിച്ച് തരുന്നത്. അപ്പോസ്തല പ്രവർത്തനം 3:25 നിങ്ങൾ പ്രവാചകന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരോട് ദൈവം അരുളി ചെയ്ത ഉടമ്പടിയുടെയും സന്തതികളാണ്. അവിടുന്ന് അബ്രാഹത്തോട് അരുളി ചെയ്തു, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതമാവും. ഈ വാഗ്ദാനം ഇന്ന് വരെ പൂർത്തിയായിട്ടില്ല. അത് മനുഷ്യന് വിചാരിക്കുന്നതല്ല ഇവിടെ പറയുന്ന അനുഗ്രഹം. എന്താണ് ദൈവം പറയുന്ന ഈ അനുഗ്രഹമെന്ന്, അതെങ്ങനെയാണ് പൂർത്തിയാക്കപ്പെടുന്നതെന്ന്, ആരാണ് അനുഗ്രഹം പ്രാപിക്കുന്നതെന്നെല്ലാം ഈ അന്ത്യകാലത്ത് പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ട വചനത്തിലൂടെ, സദ്വാർത്തയിലൂടെ, സിയോനിൽ പ്രഘോഷിക്കുന്ന യെശയ്യാ പ്രവാചകൻ പ്രഘോഷിച്ച സദ്വാർത്തയിലൂടെ പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വാഗ്ദാനങ്ങളെല്ലാം പൂർത്തിയാക്കുന്നത് വിശ്വാസികളുടെ പിതാവിനോട് ചേർന്ന് അനുഗ്രഹം പ്രാപിക്കും. എല്ലാം വിശ്വാസത്തിൻ്റെ നീതിയിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ദൈവം തരുന്ന വാഗ്ദാനങ്ങളെ ലോകം എങ്ങനെ കാണും?
ലൗകികർ എങ്ങനെ കാണും? ലോകവാഗ്ദാനങ്ങൾക്ക് മാത്രം വില കൊടുക്കുന്നവർ എങ്ങനെ കാണും? ലോകവാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കുന്നവർ എങ്ങനെ കാണും? ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം അഹോരാത്രം ജീവിക്കുന്നവർ, ഇതിന് മാത്രം വില കൊടുക്കുന്നവർ ഈ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എങ്ങനെ കാണും? തീർച്ചയായും നമുക്കറിയാം, അതിനെ പരിഹസിക്കുകയും തള്ളിക്കളയുകയും ഈ വാഗ്ദാനങ്ങളെ സ്വീകരിക്കുന്നവരെ ഭ്രാന്തന്മാരായും ബുദ്ധിയില്ലാത്തവന്മാരായും മണ്ടന്മാരായും ചിത്രീകരിച്ച്, തിന്മ പ്രവർത്തിക്കുന്ന ചിത്രീകരിച്ച് അവരെ പീഡിപ്പിക്കുകയും ചെയ്യുമെന്ന് വചനത്തിലുടനീളം എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുന്നവനെ ലോകത്തിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുന്നവർ പരിഹസിക്കും, നിന്ദിക്കും, തള്ളിക്കളയും, പീഡിപ്പിക്കും. 1 കൊരിന്തോസ് 2:14. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. നമ്മൾ കണ്ടു, ലൗകിക മനുഷ്യൻ ഭൗമികമായത് മാത്രം ചിന്തിക്കുന്നവർ, അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിവില്ലാത്തവർ, അപ്പോൾ ഭൗതിക വാഗ്ദാനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർ, അവർക്ക് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാണ്. അപ്പോൾ അതിനെ പരിഹസിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവസ്നേഹം നിറയ്ക്കുന്നത്. അപ്പോൾ ഈ ദൈവസ്നേഹത്തെ അവർ പരിഹസിക്കും. അവർക്ക് ലോകത്തിൻ്റെ സ്നേഹമായിരിക്കും വലുത്. അപ്പോൾ ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ അവർക്ക് ഭോഷത്വമാകയാൽ അവർ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കില്ല. സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, ഈ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളോ ദൈവാത്മാവിൻ്റെ ദാനങ്ങളോ ദൈവാത്മാവിൻ്റെ പ്രവൃത്തികളോ ഗ്രഹിക്കാൻ പോലും വിവേചിച്ചറിയാൻ പോലും ലൗകിക മനുഷ്യന് സാധിക്കില്ല. അപ്പോൾ അവൻ എന്തു ചെയ്യും? സ്വാഭാവികമായി തള്ളിക്കളയും, ദൈവത്തിൻ്റെ വാഗ്ദാനം തള്ളിക്കളയും, അവയെ പരിഹസിക്കും, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കുന്നവരെയും പരിഹസിക്കും. അതിനെ ഭോഷത്വമായിട്ട് കാണുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ വാഗ്ദാനം സ്വീകരിച്ച തങ്ങളാണ് ബുദ്ധിമാന്മാരും കേമന്മാരുമെന്ന് ചിന്തിച്ചിരിക്കുന്ന അവർ ഒരിക്കൽ പരിഹാസ്യരായി തീരുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ട്. 2 കൊരിന്തോസ് 4:3-4. എന്തുകൊണ്ടാണോ ഗ്രഹിക്കാൻ പറ്റാത്തത്? ഞങ്ങളുടെ സുവിശേഷം, അന്ത്യകാലത്ത് പ്രഘോഷിക്കപ്പെടുന്ന സദ്വാർത്ത നിഗൂഢമായിരിക്കുന്നു എങ്കിൽ, അത് അനേകർക്കും നിഗൂഢമാണ്, ഒന്നും മനസ്സിലാകുന്നില്ല. അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. അത് വിശാലമായ വഴിയെ പോകുന്നവരാണ്. അത് വഴി വിശാലമാണ്, വാതിൽ വീതിയേറിയതാണ്. അപ്പോൾ അവർക്ക് ഈ സദ്വാർത്ത നിഗൂഢമായിരിക്കും. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. പക്ഷെ അതവർ തിരിച്ചറിയില്ല. അവർ അവിശ്വാസികളാണെന്നും അവരുടെ മനസ്സിനെ ഈ ലോകത്തിന് ദേവൻ അന്ധമാക്കിയിട്ടുണ്ടെന്നും അങ്ങനെ അവർക്ക് കാണാൻ കഴിയുന്നില്ല എന്നും അവരോട് സമ്മതിക്കുകയില്ല. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ വെറും ഒരു മരപ്പണിക്കാരനായിരുന്ന, എന്നാൽ ദൈവത്തിൻ്റെ ഏകജാതൻ, ദൈവം തന്നെയായ ദൈവപുത്രൻ യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം ദൈവബോധനം മുഴുവൻ അരച്ച് കലക്കി കുടിച്ച വലിയ ദൈവശാസ്ത്ര പണ്ഡിതന്മാർക്ക് മനസ്സിലായില്ല. തങ്ങൾക്ക് അവന് പറഞ്ഞ് മനസ്സിലായില്ലെന്ന് ഈ പണ്ഡിതന്മാരോട് സമ്മതിച്ചില്ല, ഇപ്പോഴും സമ്മതിക്കില്ല. ഇത് തന്നെയാണ് കർത്താവിൻ്റെ 2ാം വരവിലും അന്ത്യകാലത്ത് പ്രസംഗിക്കപ്പെടുന്ന സദ്വാർത്തയിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. അവർക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർ അതിനെ പരിഹസിക്കും. തങ്ങൾക്ക് മനസ്സിലാകാത്തതിനെ അവർ ദുഷിക്കുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. യൂദാസ് 1:10. ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു. അപ്പോൾ തങ്ങൾക്ക് മനസ്സിലാകാത്ത ഈ ദൈവരാജ്യത്തിൻ്റെ സദ്വാർത്തയും അവർ ദുഷിച്ചുകൊണ്ടേയിരിക്കും. അവർ ദുഷിക്കുന്നത് തന്നെയാണ് അവർക്കത് മനസ്സിലായിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അവരുടെ കണ്ണുകൾ അന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാകുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇതിനെ പരിഹസിച്ചുകൊണ്ടേയിരിക്കും. ദൈവിക വാഗ്ദാനങ്ങളെ ലൗകിക മനുഷ്യൻ പരിഹസിച്ചുകൊണ്ടേയിരിക്കും. ജ്ഞാനം 2:10-17. ഇവിടെ ഈ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ വിശ്വസിച്ചവനെക്കുറിച്ച് ലൗകിക മനുഷ്യർ പറയുന്ന കുറേ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. നീതിമാനായ ദരിദ്രനെ നമുക്ക് പീഡിപ്പിക്കാം,
അവർ പറയും, നിങ്ങൾ ഈ അധ്യായം ആദ്യം മുതൽ വായിച്ചാൽ കാണാം. വിധവയെ വെറുതെ വിടണ്ട, വൃദ്ധൻ്റെ നരച്ച മുടിയെ മാനിക്കരുത്, കരുത്താണ് നമ്മുടെ നീതിയുടെ മാനദണ്ഡം. അവർ പറയുന്നു, കരുത്താണ് തങ്ങളുടെ നീതിയുടെ മാനദണ്ഡം. ദൗർബല്യം പ്രയോജനരഹിതമെന്ന് സ്വയം തെളിയുന്നു. നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം സ്വീകരിച്ചവനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം. അവൻ നമുക്ക് ശല്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം സ്വീകരിച്ചവനെ ശല്യമായി കാണുന്ന ലൗകിക മനുഷ്യൻ, അവൻ നമ്മുടെ പ്രവൃത്തികളെ എതിർക്കുന്നു. നിയമം ലംഘിക്കുന്നതിനെയും ശിക്ഷണ വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നു. തനിക്ക് ദൈവിക ജ്ഞാനമുണ്ടെന്നും താൻ കർത്താവിൻ്റെ പുത്രനാണെന്നും അവൻ പ്രഖ്യാപിക്കുന്നു. ഇത് യേശുക്രിസ്തുവിൽ യാഥാർത്ഥ്യമായി അവൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ചും ഇത് സത്യമാണ്. അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം വിധിക്കുന്നു. ഇതവർ പറയുന്ന വാക്കുകളാണ്. അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം സ്വീകരിച്ചവരെ, ദൈവത്തിൻ്റെ വാഗ്ദാന പൂർത്തീകരണത്തിനായി കാത്തിരിക്കുന്നവരെ, ഈ ലോകത്തിൻ്റെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നവർക്ക് കാണുന്നത് തന്നെ ദുസ്സഹമാണ്. മാർഗങ്ങൾ, അവൻ്റെ ജീവിതം നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. മാർഗങ്ങൾ അസാധാരണവും. ഈ വചനങ്ങളെല്ലാം വലിയ ദൈവീക രസങ്ങൾ വെളിപ്പെടുത്തുന്നവയാണ്. അവൻ നമ്മെ അധമരായി കരുതുന്നു. നമ്മുടെ മാർഗങ്ങൾ അശുദ്ധമെന്ന പോലെ അവൻ അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. നീതിമാൻ്റെ മരണം അനുഗ്രഹീതമെന്ന് അവൻ വാഴ്ത്തുന്നു. ദൈവം തൻ്റെ പിതാവാണെന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം സ്വീകരിച്ചവർ ദൈവം എൻ്റെ പിതാവാണ് എന്ന് അഭിമാനിക്കുന്നവരാണ്. അത് ഏറ്റുപറയുന്നവരാണ്. ആ പിതാവിനെ എല്ലാറ്റിലും ഉപരി സ്നേഹിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവരാണ്. അവൻ്റെ വാക്കുകൾ സത്യമാണോ നമുക്ക് പരീക്ഷിക്കാം. അവൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഇവരെക്കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞത്, എൻ്റെ നാമനിമിത്തം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും എന്ന് യേശുക്രിസ്തു പലതവണ സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന താക്കീത് തന്നെയാണ് ഇവിടെ ഈ ദുഷ്ടർ പറയുന്ന വാക്കുകൾ. ഇവിടെ വരെ അതുകൊണ്ട് അത്യുന്നതനായ ദൈവം സ്വർഗീയമായ വാഗ്ദാനം നമുക്ക് നൽകിയിരിക്കുന്നവനാണ്. ദുരാശ മൂലം ഈ ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ പെട്ട് നശിച്ചു പോകാതെ ദൈവീക സ്വഭാവത്തിൽ പങ്കുകാരായി ദൈവികമായതെല്ലാം സ്വന്തമാക്കാൻ, ദൈവരാജ്യം സ്വന്തമാക്കാൻ വേണ്ടി അവിടെ നമുക്ക് സ്വർഗീയമായ, ശ്രേഷ്ഠമായ, ഉന്നതമായ, അമൂല്യമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ വാഗ്ദാനം നമ്മൾ തിരിച്ചറിയണ്ടേ? ഈ വാഗ്ദാനങ്ങൾ കേൾക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ വാഗ്ദാനം മുഴുവൻ അത്യുന്നതനായ പിതാവിൻ്റെ സ്നേഹവും കരുണയും അവിടുത്തെ നീതിയും അവിടുത്തെ കരുതലും മക്കളോട് അവിടുത്തെ അനന്തമായ വാത്സല്യവും പ്രകടിപ്പിക്കുന്നു. അവിടുന്ന് നീതിമാനാണെന്ന് തെളിയിക്കുന്നു. അവിടുന്ന് പരിശുദ്ധനാണെന്ന് തെളിയിക്കുന്നു. അവിടുത്തെ ഓരോ വാഗ്ദാനവും അവിടുന്ന് എത്രമാത്രം മക്കളെ സ്നേഹിക്കുന്നുവെന്ന് ഓരോ വാഗ്ദാനവും തെളിയിക്കുന്നു. മക്കൾക്ക് വേണ്ടി എല്ലാം കൊടുക്കാൻ കഴിയുന്ന, എല്ലാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ഒരു പിതാവിൻ്റെ സ്നേഹവാത്സല്യമാണ് അവിടുത്തെ ഓരോ വാഗ്ദാനത്തിലൂടെയും തെളിയുന്നത്. ഹെബ്രായർ 6:17-19 ദൈവം തൻ്റെ തീരുമാനത്തിൻ്റെ അചഞ്ചലത, അവിടുത്തെ വാഗ്ദാനം ഒരു തീരുമാനമാണ്, അതിൻ്റെ അചഞ്ചലത വാഗ്ദാനത്തിൻ്റെ അവകാശികൾക്ക്, അങ്ങനെയുള്ളവരുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ അവകാശികൾക്ക് കൂടുതൽ വ്യക്തമാക്കി കൊടുക്കാൻ നിശ്ചയിച്ചപ്പോൾ ഒരു ശപഥത്താൽ ഈ തീരുമാനത്തെ ഉറപ്പിച്ചു. ദൈവം ശപഥം ചെയ്തു. ദൈവം ശപഥം ചെയ്തു. മാറ്റമില്ലാത്തതും ദൈവത്തെ സംബന്ധിച്ച് വ്യാജമാകാത്തതുമായ, മനുഷ്യനതിനെ വ്യാജമായിട്ടൊക്കെ കാണും, പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് വ്യാജമാകാത്തതുമായ ഈ രണ്ട് കാര്യങ്ങളിലൂടെ, അവിടുത്തെ നിശ്ചയത്തിലൂടെ, അവിടുത്തെ ശപഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന പ്രത്യാശയെ, നമ്മുടെ മുമ്പിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വാഗ്ദാനങ്ങളെ മുറുകെ പിടിക്കുന്നതിന് യത്നിക്കുന്ന നമുക്ക് വലിയ പ്രോത്സാഹനം ലഭിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അവിടുന്ന് നൽകിയ വാഗ്ദാനങ്ങൾ നാം സ്വന്തമാക്കാൻ വേണ്ടി ദൈവം നമ്മിൽ നിക്ഷേപിക്കുന്ന ഈ സ്വർഗീയ അഭിലാഷമാകുന്ന ഈ പ്രത്യാശ നാം മുറുകെ പിടിക്കുന്നതിന് നമുക്ക് വലിയ പ്രോത്സാഹനം ലഭിക്കുന്നത് അവിടുത്തെ ഈ ശപഥവും അവിടുത്തെ നിശ്ചയമാണ്. ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ സുരക്ഷിതവും സുസ്ഥിരവുമായ നങ്കൂരം പോലെയാണ്. ഈ പ്രത്യാശ
നമ്മുടെ ആത്മാവിൻ്റെ സുരക്ഷിതവും സുസ്ഥിരവുമായ നങ്കൂരം പോലെയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ പ്രത്യാശയെക്കുറിച്ച് വിശദീകരണം ചോദിക്കുന്നവരോട് അത് വ്യക്തമാക്കി നിങ്ങൾ നൽകണമെന്ന് പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പ്രത്യാശ? എന്താണ് സിയോൻ്റെ പ്രത്യാശ? എന്താണ് സദ്വാർത്ത നൽകുന്ന പ്രത്യാശ? എന്ത് വാഗ്ദാനങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്? ഏതെല്ലാം വാഗ്ദാനങ്ങൾ അവിടുന്ന് പൂർത്തിയാക്കാൻ പോകുന്നത്? ഈ വാഗ്ദാനങ്ങളും ദൈവിക പദ്ധതികളുടെ സ്ഥാനം എന്താണ്? ഇതെല്ലാം വെളിപ്പെടുത്തപ്പെടുന്ന സമയമാണ് അവസാന കാലം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൽ 11-14 വരെ ഈ പദ്ധതിയെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിലുള്ള പദ്ധതി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ മനസ്സിലുള്ള പദ്ധതി വെളിപ്പെടുത്തപ്പെടുന്നത് സദ്വാർത്തയിലൂടെ ഈ അന്ത്യകാലത്താണ്. വെളിപ്പെടുത്തപ്പെട്ടത് സദ്വാർത്തയിലൂടെ ഈ അന്ത്യകാലത്താണ്. അപ്പോൾ ഈ പദ്ധതി വെളിപ്പെടുത്തപ്പെടുന്ന സമയത്താണ് ഈ വാഗ്ദാനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ഈ വാഗ്ദാനങ്ങൾ നമ്മിൽ പ്രത്യാശ നിറയ്ക്കേണ്ടത്. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശപ്പെട്ട് നശിച്ചു പോകാതിരിക്കാൻ ഈ പ്രത്യാശ നമുക്ക് സുസ്ഥിരമായ സുരക്ഷിതമായ നങ്കൂരമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിന് വചനം വീണ്ടും പരിശുദ്ധാത്മാ വീണ്ടും പഠിപ്പിക്കുക. എബ്രായർ 10:23 നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്, നാം നമ്മുടെ പ്രത്യാശകൾ ഏറ്റുപറയണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ നാം പ്രത്യാശയോടെ ഏറ്റുപറയണം. കാരണം ഈ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്ന പിതാവ് അത്യുന്നതനായ ദൈവം വിശ്വസ്തനാണ്. അവിടത്തേക്കെല്ലാം മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ വിശ്വസ്തനായ ദൈവം നൽകിയിരിക്കുന്ന വിശ്വസ്തമായ സുനിശ്ചിതമായ ശപഥത്തോടു കൂടിയുള്ള വാഗ്ദാനങ്ങൾ, ഈ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഈ അന്ത്യകാലത്ത് സദ്വാർത്തയിലൂടെ ദൈവം ദൈവമക്കളെ ക്ഷണിക്കുന്നത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുക. അടുത്തു വന്ന് അവിടുത്തെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കുക. മാനുഷിക കാഴ്ചപ്പാടോടെ അല്ല, ദൈവത്തിൻ്റെ വാക്കുകളെ ദൈവത്തിൻ്റെ വാക്കായി കേൾക്കുക. സാത്താൻ മനുഷ്യരിലൂടെയും മാനുഷിക ബുദ്ധിയിലൂടെയും മാനുഷിക തത്വശാസ്ത്രങ്ങളിലൂടെയും ദൈവത്തിൻ്റെ പദ്ധതികളെ പരാജയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവരുന്ന മാനുഷിക ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും തകർത്തുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കിലേക്ക് ശ്രദ്ധ തിരിക്കുക. മനുഷ്യരിലെയും മാനുഷിക പദ്ധതികളെയും നോക്കിയിരിക്കുന്ന ദൈവമക്കളെ ദൈവത്തിലേക്കും ദൈവവചനത്തിലേക്കും തിരിയുക. അപ്പോൾ ഈ വാഗ്ദാനങ്ങളുടെ രഹസ്യങ്ങൾ പിതാവ് നിങ്ങൾക്ക് തുറന്നു തരും. മുൻവിധികളില്ലാതെ ദൈവവചനം കേൾക്കുന്ന ഓരോ ദൈവ പൈതലിനും ഈ രഹസ്യങ്ങൾ അവിടെ നിന്ന് തുറന്നു തരും. ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഇതാ ഈ വാഗ്ദാന പൂർത്തീകരണത്തിൻ്റെ നാളുകളിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് വാഗ്ദാനം നൽകി തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മളെ വിളിക്കുന്ന അത്യുന്നതനായ ദൈവത്തിൻ്റെ ഈ വാത്സല്യപൂർവമായ ക്ഷണം നമുക്ക് ശ്രദ്ധയോടെ താഴ്മയോടെ നന്ദിയോടെ സ്വീകരിക്കാം. അവിടുത്തെ വാക്കുകളെ സ്വീകരിക്കുവാൻ, അവിടുത്തെ വാക്കുകളെ ഗ്രഹിക്കുവാൻ അത്യുന്നതനായ ദൈവം അവിടുത്തെ ഓരോ മക്കൾക്കും അവിടുത്തെ ചെവി തുറന്നു കൊടുക്കട്ടെ. അവിടുന്ന് കരുണയോടെ അവരെ തന്നിലേക്ക് തിരിക്കട്ടെ എന്ന് അവിടുത്തെ പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്യുന്നതനായ ദൈവത്തിന് എല്ലാ മഹത്വവും, അവിടുത്തെ എല്ലാ പ്രവൃത്തികളിലും അവിടുത്തേക്ക് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.